4 നാരങ്ങ വെള്ളമേ. ഒരു കഥയുണ്ട് പറയാം. പറ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം കുട്ടികളുടെ സ്കൂളിൽ നിനക്കൊന്ന് നിർത്താമോ? പഠിച്ചിട്ട് ഞങ്ങൾ ഇന്റർവെൽ സമയമായപ്പോൾ ഞങ്ങൾ ക്യാനിൽ സിപ്പ് മേടിക്കാൻ പോകും. ഞാനും ഇവനും വേറെ 2 പേരുവാ. ഇവനെ ഞങ്ങൾ കയ്യാരുടെ മേളിലങ്ങ് നിർത്തി. എന്നിട്ട് ഞങ്ങൾ സിപ്പപ്പ് മേടിച്ചിട്ട് വരുന്ന വഴി ഒരു സിപ്പപ്പ് ചാണകത്തിലങ്ങ് വീണു. ചാണകത്തിൽ സിപ്പ് കളയാനൊക്കത്തില്ലല്ലോ. ഞങ്ങൾ ഒരു സിപ്പപ്പ് പച്ച സിപ്പപ്പാന്ന് പറഞ്ഞ് ഇവൻ അങ്ങ് കൊടുത്തു. ഇവനത് മൊത്തം കൂടെ നാക്കി പഠിച്ചു തീർത്തില്ല കേട്ടോ. ഉഗ്രം കഥയാ. എന്റെ മുഖത്ത് പറഞ്ഞാ നാറല്ലേ നിന്റെ കഥയാണ്. എന്നോട് ഞാൻ പറഞ്ഞു നിർത്താൻ. പെമ്പിള്ളാരുടെ മൂത്രത്തെ വിളിച്ചു കയറിയ കഥയുണ്ട് വേറെ. ദേഷ്യം കുറച്ച് കുറയ്ക്കും കേട്ടോ. ഇനി ഇഷ്ടം പോലെ കഥ ഇരിപ്പുണ്ട് മോനെ. എല്ലാ കഥയും ഓർമ്മയുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ മാസം നീ എന്റെ വാങ്ങിച്ച പൈസ എവിടെ? അത് ഓർമ്മയുണ്ട? അതിന്റെ കഴിഞ്ഞ മാസം നീ വാങ്ങിച്ചല്ലോ ബൈക്ക് നന്നാക്കാൻ 3000 രൂപ. അതെവിടെ? അത് ഓർമ്മയുണ്ട? അതിന്റെ മുന്നത്തെ മാസം വാങ്ങിച്ചല്ലോ ചിറ്റപ്പന്റെ ഹോസ്പിറ്റൽ കേസ് 4000 രൂപ. അതെവിടെ? നിനക്ക് എല്ലാം ഓർമ്മയുണ്ടെന്ന് നീ പൈസ എല്ലാം ആദ്യം വായിടാ. ഞാനതൊന്നും പറഞ്ഞില്ലല്ലോ. ഓർമ്മ പൈസ വയ്ക്കാദ്യം. പൈസ വെച്ചിട്ട് സംസാരിക്കും. പൈസ വെച്ചിട്ട് പറ ഓർമ്മയുടെ കാര്യം. നിനക്ക് അതൊന്നും ഓർമ്മയില്ലല്ലോ. എടാ പൈസയൊക്കെ മേടിച്ചോ നീ ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ എടുത്തു തരാൻ. അതൊക്കെ ഓരോ ആവശ്യത്തിന് വേണ്ടി മേടിച്ച കളയാ. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മണ്ടാ? തീർച്ചയായും ഓർമ്മ ഉണ്ടാവും. വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ നടക്കും. നിങ്ങളെല്ലാം ഇവിടെ ചോദിക്കാറുണ്ട്. എടാ നിങ്ങളെല്ലാം സെറ്റിലായിട്ട് ഞാനിതുവരെ ഒന്നും എന്റെ കുഴപ്പമാ. ശരിയാ, കടം ദാരിദ്ര്യം പട്ടിണിയൊക്കെയാണ്. അത് പറയേണ്ടുന്ന കാര്യമില്ല. അതൊക്കെ എന്റെ കുഴപ്പം തന്നെ. നിങ്ങളൊക്കെ വന്ന് പറയുമ്പോ ഓടി വന്ന് ഞാനതാ രസമല്ലേ പഴയ തമാശയൊക്കെ പറഞ്ഞിരിക്കാന്ന് വിചാരിച്ചു വന്നാ. അയ്യോ വല്ലാത്തരുത്. എടാ അറിയാ ഞാൻ മേടിച്ച പൈസയൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ തരും കേട്ടോ. ഇപ്പൊക്കത്തില്ല, അതിനുള്ള വകുപ്പ് എനിക്കില്ല. ഞാൻ ഇറങ്ങും വെച്ചാ ഇത്രയല്ലേ സമയം, ഇത്രയല്ലേ. പിന്നെ കാണാം. എന്നാ നടക്കട്ടെ, ഞാൻ വരാം. ഞാൻ വരാം. ഞാൻ വരും, ഞാൻ പോവാ. ഓക്കെടാ. അയ്യാ പൈസയൊക്കെ ഞാൻ തിരിച്ചു തരും കേട്ടോ. പേടിക്കുന്നു വേണ്ട. ഓക്കെ എന്റെ വേല. നീ എന്നാടാ പരിപാടി? ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് എന്തിനാടാ? പിന്നെന്താ പറഞ്ഞു. ഈ പൈസയുടെ കാര്യമൊന്നും മറന്നിട്ടില്ല. എല്ലാം അവന്റെ മനസ്സിൽ തന്നെ ഉണ്ട്. നീ അവിടെ എന്നാ പുഴുങ്ങാൻ പോയി കഴിഞ്ഞാൽ അവനത് പിടിച്ച് മേടിക്കുകയും ചെയ്യും. എന്റെ ആഴ്ചയില്ല. പട്ടിത്തണ്ടിയുടെ നമുക്ക് പൈസ മേടിച്ചുള്ള കുഴപ്പമില്ല, മറക്കത്തില്ല. ജീവണ്ണ എവിടാ? ആണോ ഒരു 1000 മറിക്കാണോ? ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയാണ്. എവിടെ നിൽക്കുക?